ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് സുഖമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണ് വഴിയെ പറയും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം, എന്നാലേ മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെ പോയിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓഫീസിലാണ്. അത് നമ്മൾ ഓഫീസ് ട്രിപ്പാണ്, അത് പറഞ്ഞിട്ടുള്ളല്ലോ. ഓക്കെ, അല്ല അങ്ങനെയാ. ഓക്കെ, എന്താ പറയാ. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിക്കും അനിയച്ചി ഇല്ലല്ലോ, ഓഫീസിലല്ല. ഓക്കെ, അപ്പൊ അനിയച്ചിനെ നമ്മൾ എന്തായാലും മിസ് ചെയ്യും. നമ്മൾ മിസ് ചെയ്യില്ല, ഓക്കെ. അപ്പൊ നമുക്ക് ഈ വീഡിയോ അവസാനം എന്തായാലും കാണണം. ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 5 മണിക്കാണ് നമ്മുടെ ബസ് എത്തുന്നത്. നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. രാവിലെ ആകുമ്പോൾ അത് സർപ്രൈസ്. നമ്മൾ ഭയങ്കര ത്രില്ലിലാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ റൂമെല്ലാം എടുത്തിട്ട് ഞാനും ഇവിടെ ഫ്രഷായി. ബാക്കി കുറേ എണ്ണം ഇവിടെ ഫ്രഷ് ആകാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി കാണാം. നമ്മൾ അങ്ങനെ വെച്ച് കടപ്പയാമാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. രണ്ടും സെയിമാണ്. ബാക്ക് ഇങ്ങനെ വരുന്നത് കാരണം പിന്നെ കഴിക്കുന്നത്. ഓക്കെ, നമുക്ക് ലിപ്സ്റ്റിക്ക് ചെയ്യാം. ലിപ്സ്റ്റിക്ക് കൊടുക്കാം. അത് മുടി ഇപ്പിന്റെ കിട്ടാം. ഇല്ല, നമുക്ക് ഫസ്റ്റ് മുടി കിട്ടണം. പിന്നെ തിരക്കിടാൻ നമുക്ക് ആദ്യം തന്നെ മുടി കെട്ടുന്ന ഒരു രീതിയിലേക്ക് ആക്കാം. കാരണം നമുക്ക് എന്തെല്ലാം പ്രശ്നമുണ്ട്. മുടി കെട്ടാം ഫസ്റ്റ്. ശരിയല്ലോ. അപ്പുറത്ത് 5 പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കമ്മലാണ് ഇടുന്നത്. നമുക്ക് ചെറിയൊരു റിങ്ങൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഓക്കെ, നമുക്ക് ടോപ്പിംഗ് എടുക്കാം. ബെല്ലാവിറ്റിൻ്റെയാണ്. പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാൻ മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് ടോട്ടലി ലുക്ക്. ഇഷ്ടമായ കമന്റ് അറിയിക്കണ്ട. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതെ അതെ. അപ്പൊ നേരം കരഞ്ഞോണ്ടിരിക്കുന്നു. പേര് പറയൂ. എന്റെ പേര് അക്ഷര അച്ചു. ഇത് 5 കെട്ടിക്കുന്നതാണ്. വേറെയാണ്. അങ്ങനെ അപ്പോ
ഞാൻ എടുത്തിട്ടുള്ളത് പൂരിയും വടിയുമാണ്. സോറി. പിന്നെ ബ്രെഡും ജാമുണ്ട്. അത് അടുത്ത ട്രിപ്പിന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡെല്ലാം എങ്ങനെയുണ്ട് നോക്കാം. നല്ല ഉണ്ടല്ലേ. രണ്ടും കുട്ടികളും അത് രണ്ടും കുട്ടികൾക്കും അടിപൊളി ടേസ്റ്റ്. വടിയും നല്ല ഉണ്ടല്ലോ. ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡാണ്. ഐ ലൈക്ക്. അനുവേച്ചിനെ മിസ് ചെയ്യുന്നില്ല അഞ്ചു. അനുവേച്ചിനെ വിളിച്ചപ്പോഴേ എന്താ കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയാ, പുല്ലുമുട്ടായി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നമ്മൾ നേരെ നമ്മള് പോന്ന സ്ഥലത്തെത്തും. കൊറേ ആയി വിചാരിക്കുന്ന അവിടേക്കൊന്ന് പോകണമെന്ന് അല്ലേ. ഇപ്പോഴാണ് സമയം കിട്ടിയത്. വിരൂപാക്ഷ ടെമ്പിൾ എത്തി അല്ലേ. വിരൂപാക്ഷ ടെമ്പിൾ നമ്മളിപ്പോ എത്തിയത്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇപ്പം ഒരു ക്ലൂ തരും. നമ്മളെ ട്രഷർ ഹണ്ട് ഇവിടുന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അതിന് എൻഡിങ് പോയിന്റ് ഉണ്ടാവും. അവിടെയാണ് നമ്മളിവിടെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക. അതിപ്പോ ഉണ്ടാവില്ല, നമ്മൾ ഏകദേശം നമ്മളത് കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അവരവിടെ എത്തുള്ളൂ. അപ്പോ ആദ്യത്തെ ക്ലൂ കേസ് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ക്ലൂ എന്നുള്ളത്. അപ്പൊ ആ ക്ലൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ക്ലൂവിലെത്തുക. അവിടെ നിങ്ങൾക്കായിട്ട് അവിടെ വേറൊരു ക്ലൂ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ടോട്ടല് 6 ക്ലൂ അല്ലെ. 6 ക്ലൂ സോൾവ് ചെയ്തിട്ട് ആണ് നിങ്ങള് ആ ട്രഷർ കണ്ടെത്തേണ്ടത്. അപ്പൊ ട്രഷർ എന്താന്നുള്ളത് കണ്ടെത്തും പറയാം. ഓക്കെ, അപ്പൊ ബാക്കി കേസി പറയൂ. ഒന്നാമത്തെ ക്ലൂ അഭിനന്ദ് എന്ത് ചെയ്യും? പറഞ്ഞുതരും. നേരത്തെ ബസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് ക്ലൂ എന്താന്നുള്ളത് അഭിനന്ദ് പറഞ്ഞുതരും. ആ ക്ലൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ക്ലൂ കണ്ടെത്താൻ വേണ്ടി പോകണം. അവിടുന്ന് അടുത്ത ക്ലൂ എടുക്കണം. അത് ഈ പറഞ്ഞ പോലെ 6 ക്ലൂ ഉണ്ടാവും അവിടെ. അതിലൊന്നേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. 6 സെറ്റ് ഓഫ് പേപ്പേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു സെറ്റ് എടുക്കുക നിങ്ങൾ. അത് നോക്കുക. അത് ആ പസിൽ അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ളത് അത് സോൾവ് ചെയ്യുക. അടുത്ത ക്ലൂയിലേക്ക് പോവുക. അങ്ങനെ ആകെ മൊത്തം 6 ക്ലൂ ഉണ്ടാവും. പിന്നെ മൊത്തം ടെമ്പിൾസിന്റെ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ ടൂറിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ പരിസരത്തുള്ള അതിലൊരു സെലക്ടീവ് ടെമ്പിൾസ് നമ്മൾ എടുത്ത് അതിനകത്തൊരു 6 ടെമ്പിൾസ് ആണ് ഉണ്ടാവുക. അപ്പൊ 6 ടെമ്പിൾസ് ആണ് നമ്മൾ ക്രൂസിലിട്ടത്. അപ്പൊ ഫൈനലി നിങ്ങളൊരു ടെമ്പിളിൽ എത്തുമ്പോൾ നിങ്ങളെ ട്രഷറി കിട്ടുക. എന്താന്നുള്ളത് ട്രഷറി എന്താണെന്നുള്ള ഇപ്പൊ പറയാം. ട്രഷർ പറയുന്നത് ഞാന്, അഞ്ജു, കീർത്തന, അക്ഷര, സഹൽ. നമുക്കൊരു ആൺതാരി ഉണ്ട് ഗൈസ്. അതിന്റെ കാര്യമൊന്നുമില്ല. കൃഷ്ണ, നമ്മളെ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമ്മൾ അല്ല ഇതെല്ലാം അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അറിയില്ല, ഫസ്റ്റ് നമ്മൾ തന്നെ എത്തണമെന്ന് ഭയങ്കര. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ ഹംപിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ആനന്ദത്തിന്റെ ഒരു സംഭവം വൈബ്. ഓക്കെ, നമുക്ക് നോക്കാം കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്ന്. അഭിരാമ ടെമ്പിൾ ആണോ? പട്ടാഭിഷേകം അതല്ലേ? പിന്നെ എങ്ങോട്ടേ? അതല്ല, അതാണ് കിങ്സ് പ്രാർത്ഥിക്കുന്നത് പട്ടാഭിഷേകത്തിന് മാത്രം. റൈസിന്റെ അത് ഉണ്ടാവുക. അത് ഇവരോട് മാപ്പ് തരാൻ പറയാം. ഒരു ഹെൽപ്പ് വേണമായിരുന്നു. മാപ്പ് ഉണ്ടാ? കേസ് വിട്ട് നിങ്ങളല്ലേ ഇവിടെ നിൽക്കണേ. ഇല്ല, ക്ലൂ കിട്ടിയപ്പോ നമ്മളിങ്ങനെ അങ്ങനെ ഫസ്റ്റ് ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതായത് ഹംപി ബസാറിലാണ് വേണ്ടി പോവാൻ പോകുന്നത്. അതെവിടെയാന്ന് അറിയില്ല, മാപ്പെല്ലാം നോക്കിട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. എല്ലാവരെക്കാൾ മുന്നേ ഫസ്റ്റ് എത്തണമെന്നുണ്ട്. അല്ല, ഒരു ആന്തരി ഉണ്ടെന്ന് ഒറ്റൊക്കെ നടക്കുന്നുണ്ട്. കാണുന്ന പോലെ നല്ല ഭയങ്കര ടാസ്കാണ്. ഒന്നാമത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അതെ, ഒരു സ്ഥലത്ത് പോലും വെള്ളമില്ല ഇവിടെ. കണ്ടവരുണ്ട് ഇവിടെ. വേണ്ടാത്ത ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇന്നൊരു തുള്ളി വെള്ളമെങ്കിലും ആരെങ്കിലും വിൽക്കണ്ടേ? ഇപ്പൊ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ക്ലൂ കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഏതാണ് ടെമ്പിള്? ഇതൊരു ഹനുമാന്റെ ടെമ്പിൾ ആണ്. പക്ഷെ ഇവിടെ പോകുന്ന സ്ഥലം പറയാതിരിക്കാൻ വയ്യ. നല്ല വ്യൂ ആണ്. കാണിച്ചു തരാം. കണ്ടോ, പുഴയത്തോടെ പുഴയൊക്കെ 6 ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നൈസാണ്. 6 ക്ലൂ കിട്ടിയിട്ടുണ്ട്. 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 6 ക്ലൂ കി
ആ അങ്ങനെ പറയുന്നേക്ക അല്ലേ? കല്ല് വെച്ച് എങ്ങോട്ട് 15 മിനിറ്റ് നടക്കണം. എങ്ങോട്ടേക്കാ? എല്ലാരും പിടിച്ചു പിടിച്ചോ. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് കണ്ടുപിടിച്ചു. ഗൈസ് ഫൈനലി നമ്മൾ തോറ്റിട്ടുണ്ട്. അതായത് വേറെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. ഫ്ലാഷ് ബാക്ക്. കാരണം നമ്മള് കുറെ ടെമ്പിള് കറങ്ങി വീഡിയോസിലെല്ലാം കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് അതെ ജയിച്ച ടീമിനെ വിളിക്കാം. ഫിദ, ഷെമി, സറുന്ന. അപ്പൊ ഇവരാണ് ജയിച്ച ടീം. ഇല്ല പോ പണിയൊന്നും എടുക്കാണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? എങ്ങനെയായിരുന്നു നിങ്ങൾ ഇവിടെ വരെ എത്തിയത്? കണ്ടുപിടിച്ച് അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിരിക്കും. തളർന്നു പോയി കുറച്ച് റീൽസ് എല്ലാം എടുക്കാൻ വേദിച്ച് വന്നതാ. പക്ഷെ കരിവാളി കുട്ടികളായി. നാളെ എടുക്കാം. ഇല്ല, ഹംപിന്റെ ഡാൻസ് എടുത്തിട്ട് ഞാൻ പോകും. ഹംപി വരെ എത്തിയതല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ഡാൻസ് എടുത്തിട്ട് ശരിയാകും. അങ്ങനെ ഹംപിയിലെ കറക്കെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയത്ത് 5 മണി. 5 മണിക്കാണ് നമ്മൾ ആ 5 മണി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. അതും ബിരിയാണിയാണ്. നമുക്ക് നോക്കാം ഇവിടുത്തെ ബിരിയാണി എങ്ങനെയായിരിക്കും. കുഴപ്പമില്ല, നല്ല വിശപ്പുണ്ട്. കഴിച്ചല്ലോ. രാവിലെ ഇവിടെ തന്നെ കഴിച്ച. അപ്പം നമുക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ അടുത്ത പോകുന്നത് മങ്കി ടെമ്പിളിലാണ്. പിന്നെ അവിടെ നിന്നെങ്കിലും റീൽസ് എടുക്കണം നേഴ്സിന്. കാരണം ഹംപിയിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്നെങ്കിലും എടുക്കാൻ പറ്റണം. എടുക്കാണ്ട് പോയില്ലല്ലോ. കാരണം ഇപ്പം തന്നെ ടയേർഡായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അതെവിടെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമ്മളെ തലശ്ശേരിയിലെ ബിരിയാണി പോലെയല്ല, ഒരു സ്പെഷ്യലാണ്. അതായത് റൈസിന് മൊത്തം മസാല പെരങ്ങിട്ട് ചൂടണം. നമുക്ക് ഇവിടുത്തെ അച്ചാറും ടേസ്റ്റ് ചെയ്യാം. ഒരു വെറൈറ്റി സാധനം കാണുന്നത്. അല്ലല്ലോ. നല്ല അച്ചാർ. ഇതിന്റെ മേലെയാണ് കേറേണ്ടത്. അഞ്ഞൂറ് സ്റ്റെപ്പ് മേലെ കയറിയാൽ എന്നാ വേണ്ടത്? നനക്കും ബീപ്പി. 500 സ്റ്റെപ്പും കയറണം. വളയാ പറയാ ഒരു 10 സ്റ്റെപ്പ് കയറി തോന്നുന്നു. അതും കൂടി കയറി പീപ്പി കിട്ടും. ചത്ത് ഒന്നല്ല 3 പീപ്പി. എനിക്ക് വളയല്ല. നമ്മളങ്ങനെ പകുതി എത്തിയിരിക്കുന്നു. അതെയാ സാറണ്ണി. അങ്ങനെ ഇതിന്റെ മേലെ എത്തിയിട്ടുണ്ട്. താഴത്തെല്ലാം കാണാം. ഇനിയും പോണം. അപ്പൊ ഗൈസ് നമ്മളിതാ 500 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് 525 സ്റ്റെപ്പ്
525 സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. ജിഷേട്ടാ പി വാങ്ങാൻ റെഡി ആയിക്കോ. പക്ഷെ നമ്മള് വിചാരിച്ചിട്ടില്ല എന്തായാലും കംപ്ലീറ്റ് ആവുന്നത്. പക്ഷെ നമ്മളോട് പറയല്ല, കംപ്ലീറ്റ് ആയി. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നീ കരവുണ്ടൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും കാത്തുവച്ചതല്ല നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടൻ കണ്ണിൽ. കടുമിഴമുള്ളൻ കനവും സ്വതവേ മേലെ പോകുന്ന പൊട്ടാസ് നമ്മൾ മേലെ നിന്നാണ് കാണല്. ഇതിപ്പോ നമ്മൾ താഴെ നിന്നാണ് കാണുന്നത്. എവിടെ നമ്മൾ മേലെ കയറിയത് നമ്മൾ താഴെ കീയാൻ പോവാണ്. അല്ല അഞ്ചു, അഞ്ചു ഹൗ ഇസ് ഇറ്റ്? നൈസ്. ഓക്കെ. ഇനി ഓതാ കാണുന്നുണ്ടോ നിന്നെ? ഓ ഇങ്ങ നേരത്തെ അവള് പറയുന്നേ. അതെ അതെ, ഇതാണ് വിഭജിക. ഇതാണ് വിഭജിക, ഒരു പൊട്ടത്തിയാണ്. പിന്നെ താഴ്ക്കുന്നത് ചെറിയൊരു ടാസ്ക് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് കരിക്ക് വാങ്ങുന്നു പറഞ്ഞത്. പക്ഷെങ്കിൽ തളർന്ന് പരിപ്പളയുകൊണ്ട് നമ്മൾ കരിക്ക് വേണമെന്നാണ് കരിക്ക് വാങ്ങിച്ചത്. അപ്പം ചലഞ്ച് കംപ്ലീറ്റ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് കരിക്ക് കുടിക്കാം. ഹംപിയിലെ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതെ, അപ്പോൾ ഡേ 2 എന്ന് പറയുന്നത് ഡണ്ടയിലാണ്. വാട്ടർ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയുള്ള വീഡിയോ. ബൈ.